നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടുത്തെ വെള്ളം തീർന്നുപോയി. ഓക്കെ, ഞാൻ പൊന്നിയോട് പറയാം മോട്ടർ ഇടാൻ. ഇതങ്ങനെ മോട്ടർ ഇട്ടാ തീരുന്ന പ്രശ്നമല്ല. പിന്നെ അതെന്താന്നറിയോ, ഈ വാഷ്റൂമിൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ. അതൊരു പ്രത്യേക പ്രശ്നമാണല്ലോ. ഇതെന്തോ ഒരു അതിന്റെ പൈപ്പിന്റെ പ്രശ്നമാണെന്നാ തോന്നേ. എന്നാ ഞാൻ പ്ലംബറെ വിളിക്കാം. പ്ലംബറിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ ഇത്. എന്നാലേ ഞാൻ ജോൽസിനെ വിളിക്കാം. ജോൽസിനെന്തിനാ? അല്ല പിന്നെ ആർക്കാ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നെന്ന് പറ. എന്റെ കുട്ടി, ഞാനേ കുളിക്കാൻ വേണ്ടിട്ട് ബാത്റൂമിൽ കയറിയതാ. സോപ്പ് ഞാൻ ഇങ്ങനെ തേച്ചോണ്ടിരിക്കായിരുന്നേ. അപ്പൊ പകുതി ആയിപ്പോഴാ ടാപ്പിൽ വെള്ളമില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. എടോ, ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാലേ ഈ സോപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് കുളി പൂർത്തിയാക്കാലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം അല്ലേ? ഇതങ്ങ് നേരെ പറഞ്ഞ പോരെ. അപ്പൊ ശാലി എപ്പോഴേ കൊണ്ടുവരുന്നല്ലേ? എന്നാലേ കേട്ടോ. ഇല്ല. എന്ത് ഇല്ല? സത്യാമ്മയുടെ ലക്ഷ്മണരേഖ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? എടോ, ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കരുന്നല്ലേ അമ്മ പറഞ്ഞത്. അല്ലാതെ വെള്ളം കിട്ടാതെ വലയുന്ന ഭർത്താവിനെ ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതിന് അയ്യോ, എന്റെ കണ്ടില് സോപ്പ് പോയി. 10-20 രൂപയുടെ സോപ്പല്ലേ, പോയാ നമുക്ക് വേറെ മേടിക്കാം. കണ്ണു നീറിയിരിക്കുമ്പോ ഒരു തമാശ പറഞ്ഞോണ്ടല്ലോ. കണ്ണുപോയി. കണ്ണു തീർന്നേ, കൊണ്ടുപോവാ. ദേ വരുന്ന 1 മിനിറ്റ്. അയ്യോ, ഈ പണ്ടൊരാവശ്യം തുറക്കൂല. എന്റെ ചക്കരക്കുട്ടി പങ്കെടു വരും. അപ്പോഴേക്കും മുഖത്ത് ഇച്ചിരി മേക്കപ്പ് ഇടാം. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണ്ടേ? അയ്യോ, ഇത് വേണ്ട. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്ത. എന്റെ മൊത്തം എത്തിപ്പോയി. വിഷ്ണു, വിഷ്ണു, എന്താ? നിന്റെ വാഷ്റൂമിൽ വെള്ളം വരുന്നില്ലേ ടാപ്പില്? എടാ, നിന്നോടാ ചോദിച്ചത്. ഉണ്ട്. ദേ, വേഷം കെട്ട് കാണിക്കരുത് എന്റെ അടുത്ത്. 2 റൂമിൽ തങ്ങിയാ മതിയെന്ന് ഞാൻ പറഞ്ഞ നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ വീണ്ടും ഇവിടേക്ക് വിളിച്ചു വരുത്തും അല്ലടാ? അതും വാഷ്റൂമിലേക്ക്. പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പ്രീതിയെ കാണാൻ പോണം. എടാ, നീ പറഞ്ഞത് കേട്ടോ? കേട്ടു. പെട്ടെന്ന് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.